ഹായ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്നൊരു ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. 1 കിലോ ബീഫ് അതിന് വേണ്ടി എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർക്കുക, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, അതിനുശേഷം ഒരു 3-4 ടീസ്പൂൺ ഗരം മസാല ചേർക്കുക. കുക്കർ അടച്ച് വേവിക്കാൻ വെക്കാം. അതിനുശേഷം ഒരു കടായി അടുപ്പത്ത് വെച്ചതിന് ശേഷം സവാള 3-4 അതോ 5 വലിയ സവാള അരിഞ്ഞത് ചേർത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വഴറ്റിയതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കുറച്ച് തക്കാളി 5 തക്കാളി കൂടെ ചേർത്ത് വഴറ്റിയതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം. വെന്തതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം, കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ 3-4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് നന്നായി വഴറ്റി മസാലയുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം കുറച്ച് ഏലക്ക, കുറച്ച് ഗ്രാമ്പൂ, കുറച്ച് കറുവപ്പട്ട ഇതെല്ലാം കൂടെ ചേർത്ത് കുറച്ച് മല്ലിയിലയും ഒരു 10-12 പുതിന ഇലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. കുറച്ച് തൈരും കൂടെ ചേർക്കാം. നന്നായിട്ട് ഇളക്കി ബീഫ് വെന്തതും കൂടെ ചേർത്ത് വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അത് ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കുക. കുറച്ച് വറ്റി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ വറുത്തെടുക്കാം. വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം സവാള എടുത്ത് വെക്കാം. ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ് അത് വറുത്തെടുത്ത് വയ്ക്കുന്നത്. അതിനുശേഷം നമുക്ക് കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ചൂടാക്കിയതിന് ശേഷം കുറച്ച് എണ്ണയും നെയ്യും കൂടെ ചൂടാക്കിയതിന് ശേഷം ഏലക്ക, കറുവാപ്പട്ട, ഗ്രാമ്പൂ എല്ലാം കൂടി ഇട്ട് ഒന്ന് ചൂടാക്കുക. അതിനുശേഷം ചോറിനുള്ള സവാളയും കൂടി ചേർത്ത് അരിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അരി കുറച്ചൊന്ന് 5 മിനിറ്റോളം ഫ്രൈ ചെയ്യണം. അതിനുശേഷം ഒരു കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ വെള്ളം തിളപ്പിച്ച് ഒഴിക്കുക. കുറച്ച് നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിക്കുക. ഒരു പീസ് നാരങ്ങ മതി. അത് ചോറ് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചോറ് വെന്തതിന് ശേഷം വറ്റിച്ചെടുത്തതിന് ശേഷം നമുക്ക് ദമ്മിടാം. ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം ഒരു ലെയർ ചോറിട്ട് കൊടുക്കുക. ഗാർണിഷ് ചെയ്യുക. കശുവണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും കുറച്ച് മല്ലിയിലയും കൂട്ടി ഗാർണിഷ് ചെയ്യുക. അതിന് മുകളിൽ ബീഫ് നിരത്തി വയ്ക്കുക. അതിനുശേഷം വീണ്ടും ചോറ് ലെയറാക്കി ഇടുക. അങ്ങനെ തീരുന്നത് വരെ അങ്ങനെ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ദമ്മിട്ട് 5 മിനിറ്റ് ദമ്മിട്ട് എല്ലാം കൂടി ഒന്ന് സെറ്റ് ആകുന്നതിന് വേണ്ടി മൂടി വെച്ച് വെയിറ്റ് ചെയ്യാം. Like and subscribe. Thanks for watching.